പൊതുവിലൊരു മഴ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇന്നും ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്ത് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. വരുന്ന 3 ദിവസം കൂടി മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജാഗ്രത തുടരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആവർത്തിച്ചറിയിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സനിറ്റ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സനിറ്റ, ഗുഡ് മോർണിംഗ്. എങ്ങനെ സനിറ്റ ഒരു പൊതു കാലാവസ്ഥ ഇപ്പം നമ്മൾ ആലപ്പുഴയിലെ കാര്യങ്ങളൊക്കെ അമല് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇപ്പം സമാനമായ രീതിയിൽ നമ്മൾ പത്തനംതിട്ടയിലോട്ട് പോയാൽ അവിടെയും ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കാഴ്ചകൾ ഇത്രയും ഗുരുതരമല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എങ്ങനെ ഇന്നത്തെ ഒരു പൊതു കാലാവസ്ഥ, ഒപ്പം തന്നെ എത്ര ദിവസം കൂടി നമ്മൾ ഈ രീതിയിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടി വരും? സേതു, ഗുഡ് മോർണിംഗ്. ഇന്ന് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ 3 ദിവസങ്ങളിൽ കൂടി സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴയുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടുകൂടി തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത്. മാത്രമല്ല, ഒരു പ്രധാനമായ വിഷയം ഇത്തരത്തിൽ കടലാക്രമണം വരാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രത വേണമെന്നും ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പുണ്ട്. പ്രധാനമായും കടലാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിട്ടിരിക്കുന്ന വിലക്കിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. അവർ വേണ്ട ജാഗ്രത പാലിക്കണമെന്ന് തന്നെ മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മഴയോടൊപ്പം തന്നെ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പുലർത്തണം. പിന്നെ വ്യക്തമാക്കുന്നത് ഈ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഈ തീരദേശ മേഖലയിൽ വസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. അത് സേതു സൂചിപ്പിച്ചതുപോലെ പല ജില്ലകളിലും ഇത്തരത്തിൽ മനുഷ്യർക്കുൾപ്പെടെയുള്ളവർ അപകടത്തിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 28 പേരാണ് ഇത്തരത്തിൽ ഈ മഴക്കെടുതിയിൽ ഇതോളം സംസ്ഥാനത്ത് മരണമടഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നത്. 11 പേരെ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും 4 പേർക്കുള്ള ശക്തമായ തിരച്ചിൽ നടക്കുന്ന സാഹചര്യമുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആശങ്ക പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. എന്തായാലും ശക്തമായ മഴ അടുത്ത ദിവസങ്ങളിൽ 3 ദിവസങ്ങളിൽ കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള മുന്നറിയിപ്പ്. വേണ്ട ജാഗ്രത പാലിക്കണം. മഴ മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ശക്തമായ മുന്നറിയിപ്പുണ്ട്. എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ ശക്തമായ മഴ കാരണം നിരവധി പേരാണ് 455 ക്യാമ്പുകളിലായി നിരവധി പേരാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിൽ വസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകും. വരുന്ന 3 ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുമായാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വരുന്നത്. സേതു. ഓക്കെ സനിറ്റ.